എനിക്ക് അത് 2 മാർക്ക് പോകാൻ സാധ്യതയുണ്ട്. 2 പരീക്ഷയിലും കൂടി 2 or 3 മാർക്ക് പോകാൻ സാധ്യതയുണ്ട്. എന്താ കാര്യം? എന്താന്ന് വെച്ചാ മാത്സ് പഠിച്ചതായിരുന്നു. നമ്മുടെ IT പരീക്ഷയ്ക്ക് കീബോർഡ് ഇൻഡിക്കേറ്റർ എന്നായിരുന്നു. ഇംഗ്ലീഷിനും മലയാളം ആക്കാൻ എന്ത് വെക്കണമെന്നായിരുന്നു. ഞാൻ ലാംഗ്വേജ് ഇൻഡിക്കേറ്റർ എന്ന് എഴുതി വെച്ചു. സാരമില്ല, ഇപ്പൊ അത് മനസ്സിലായില്ലേ? മനസ്സിലായി. പിന്നെ അടുത്ത എക്സാമിന് അത് ഇപ്പൊ തെറ്റുമ്പോഴാണ് ശരി പഠിക്കുന്നത്. അതല്ല, വേറൊരു കാര്യം എന്താന്ന് വെച്ചാ മാത്സ് ഞാൻ വരക്കാനുള്ളൊരു ക്വസ്റ്റ്യൻ ആയിരുന്നു. മേളിൽ ആർക്ക് കട്ട് ചെയ്തിട്ട് താഴെ ആർക്ക് കട്ട് ചെയ്തിട്ട് ഇങ്ങനെ വരക്കണായിരുന്നു. ഒരു സ്ക്വയർ വരക്കാനായിട്ടായിരുന്നു. മറ്റേ ബൈസെക്ട് ചെയ്യാൻ. ഞാൻ ബൈസെക്ട് ചെയ്തൊക്കെ കറക്റ്റ് ആയി. ബൈസെക്ട് ചെയ്ത അത്യാവശ്യം അടിയിൽ ഞാൻ വരച്ചില്ല. അടിയിൽ വരക്കുന്ന കാര്യം ഞാൻ വിട്ടുപോയി പെട്ടെന്ന്. അപ്പൊ ഞാൻ പുറകിലോട്ട് തിരിഞ്ഞ് ഇങ്ങനെ നോക്കിയപ്പോഴാണ് അവിടെ വാസ് ഇരുന്നത് എഴുതുന്നത്. അവൻ കറക്റ്റ് ആയിട്ട് അടിയിലും വരച്ച് മേളിലും വരക്കായിരുന്നില്ലേ? നീ അപ്പൊ കണ്ടപ്പോ തിരുത്തില്ലേ? അത് കണ്ടപ്പോ തിരുത്തുമ്പോ അത് കോപ്പി അടിയാകും. എന്റെ ആദർശത്തിന് ചെയ്യുന്നതല്ല, നീ ചെയ്തില്ല. അങ്ങനെ എഴുതി. പക്ഷെ മെഷർമെന്റ് കറക്റ്റായി, ഡിഗ്രി കറക്റ്റായി, സ്ക്വയറിന്റെ എല്ലാ ആംഗിൾസും എല്ലാം എഴുതിയാറുണ്ട്. സ്ക്വയറിന്റെ എല്ലാം കറക്റ്റ് ആയിട്ടുണ്ട്. തെറ്റ് മനസ്സിലായില്ലേ? തെറ്റൊക്കെ മനസ്സിലായി. ഓക്കെ. എല്ലാവർക്കും പഠിക്കാൻ മനസ്സിൽ ഭയങ്കര ഇതാണ് അമ്മേ. അച്ഛൻ എന്താണ് ഇത്രയും നല്ലവനാണ് ഉണ്ണിയായി പോയത്? എന്താണ് അമ്മയുടെ നീ കോപ്പി അടിച്ച് മനസ്സിന് കള്ളത്ത് കഴിച്ചോട്ടില്ലത്? കോപ്പി അടിച്ചില്ലല്ലോ. അത് അടിച്ചു കഴിഞ്ഞാലേ അത് മനസ്സിനകത്തൊരു വിങ്ങല്. നമ്മളർഹിക്കാത്ത മാർക്ക് നമുക്ക് കിട്ടാൻ. നല്ല ചിന്തയാണ് കേട്ടാ. വെരി ഗുഡ്.